ശനിയും ഞായറും മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഞങ്ങളിതാ ഇവിടെ കോഴിക്കോട് അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം അവിടെ ഒപ്പം നിൽക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്ളോഗ് ആക്കിയാലോ എന്നൊരു ഒരു വലിയ കുറച്ചധികം വലിയതൊന്നല്ല, ഒരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇതിപ്പോൾ ശനിയാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ ഒരു 8-8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ എണീറ്റ് ഇങ്ങനെ മുന്നിൽ നിന്ന് കുറേ അതും ഇതൊക്കെ കത്തിയടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഓണൊക്കെ അല്ലേ, ഞങ്ങൾ ഒരു പൂക്കളം ഒരുക്കിയാലോ എന്നുള്ളൊരു ചെറിയൊരു ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ ഓർഡർ ചെയ്തിട്ട്, ഒരു കുഞ്ഞു പൂക്കളാട്ടോ, അധികം വലിപ്പമൊന്നുമില്ല, കുറച്ച് പൂക്കൾ വാങ്ങിയിട്ട് ഇങ്ങനെ മുന്നിലിങ്ങനെ ചെറുതായിട്ടൊരു നൊസ്റ്റ് അടിച്ചു. അങ്ങനെ ഒന്ന് ചെയ്താലോ എന്നുള്ളൊരിത്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങളിങ്ങനെ വീടിൻ്റെ മുന്നിൽ അതേപോലെ ചെയ്യാറുണ്ടായിരുന്നു ഞാനൊക്കെ കേട്ടോ. ഞാനും അനിയത്തിയും ഒരു 11 വയസ്സോളം ഡിഫറൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമൊക്കെ അവൾ ചെറിയ കുട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കടലാസും പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചു വിടുന്ന ഇലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെയൊക്കെ ഓണപ്പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടു. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ആണോ, ഈ ഒരാളെയും കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ടോട്ടാണ് കേട്ടോ. ചെറിയ കുഞ്ഞു മണിയായപ്പോൾ തന്നെ വാങ്ങിയതാണിത്, തുത്തു വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അവന് ഞങ്ങളെയൊക്കെ ഭയങ്കര പരിചയമായിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് വന്നപ്പോൾ വാതിൽ തുറക്കാനാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുക കേട്ടോ. അപ്പോൾ കുറേ കളിപ്പിച്ച് ഞാനിതാ ഒന്ന് കിച്ചണിലേക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അവിടെ ചേച്ചി ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ ഇടും കേട്ടോ. ഞാനേ യൂട്യൂബിലിടാനാ. നിങ്ങളെ കണ്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ യൂട്യൂബിൽ വരുന്നൊക്കെ പറഞ്ഞ് ചേച്ചിയോട് സമ്മതമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ കിച്ചൺ കേട്ടോ. ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം. അവർ 2 കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചൺ, കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മെയിൻ കിച്ചൺ അതാണ് കേട്ടോ. ഇവിടെ രണ്ടാമത്തെ കിച്ചൺ ഇതാണ്. ഇവിടെ അങ്ങനെ വർക്ക് ഇങ്ങനെ വരുന്നില്ല, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഉള്ളതാ ഈ ഒരു അടുത്ത് ആ കിച്ചൺ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഈ ഒരു ഹാളാണ് കേട്ടോ. 2 സോഫയൊക്കെ ഇട്ട് TV ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഹാള് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഉപകാരമുള്ള റൂമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുക, പാട്ട് കേൾക്കാം, TV കാണാം, ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിക്കാനൊക്കെ ഒരു നല്ലൊരു റൂമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ എങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു വർഷമാണ് ഈ വീടെടുത്തിട്ട്, ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ഈ ഒരു ഐറ്റംസൊക്കെ ഓരോ സ്ഥലത്ത് ഒരു ടൂർ പോകുമ്പോഴൊക്കെ വാങ്ങി കൂട്ടുന്നതാണ്. അതിങ്ങനെ ഓരോന്നായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറ്റി വെക്കും കേട്ടോ. ഇവിടെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ കിച്ചൻ്റെ ഭാഗത്ത് വെക്കും, അല്ലെങ്കിൽ ഹാളിൻ്റെ ഭാഗത്ത് വെക്കും, അങ്ങനെയൊക്കെ. ഈ ഒരു ഫോൺ എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് അവൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. നല്ല ഇങ്ങനെ ഒരു പഴയ ഒരു എന്താ പറയുക ലുക്കൊക്കെ ആയിട്ട്, ഈ പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല അടുക്കും ചിട്ടായിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മേശയുണ്ടോ, അങ്ങനെ പെട്ടെന്ന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ ഇവിടെയൊക്കെ ചെരുപ്പ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെയാണ്, നല്ല ചെരുപ്പൊക്കെ വെക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. ഒരു മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കഴിഞ്ഞാൽ ഈ ഒരു റൂമുണ്ട്. ഇതാണ് ഞങ്ങൾ ജോലികളൊക്കെ കഴിഞ്ഞ് സെറ്റായാൽ ഈ ഒരു റൂമിൽ വന്നിരിക്കും കേട്ടോ. ഇത് ഞങ്ങൾ ചെറിയൊരു മിനി തിയേറ്ററാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ പറയാം. ഇന്നലെ രാത്രി ഞങ്ങൾ സിനിമ കണ്ട് എണീറ്റ് പോയതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ടാണ് ആ തലേണൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടവൾ നല്ല ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ റൂമിലും അവിടെയൊക്കെ അവളെ ഓരോ സംഗതികൾ വെച്ച് ഇങ്ങനെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ആ മൂലയിലായിട്ടൊരു ഗ്രാമഫോണും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് അവർക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പേസ് ആണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ പുട്ടും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പാലൊക്കെ വെച്ച് ചായ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നീനൂട്ടിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നുണ്ട്. അതിലേക്ക് അച്ചാർ, ഏത് കഴിക്കുകയാണെങ്കിലും അച്ചാർ നിർബന്ധമാണ്. അച്ചാറൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഇപ്പോൾ ഇതെന്താ വെച്ചാൽ എന്താ ഇതുമൂന് അവർ ബ്രഷ് വാങ്ങാൻ പോയപ്പോൾ ഇതുമൂനൊരു ബ്രഷ് വാങ്ങി ഇങ്ങനെ അത് കാണിച്ചു തരുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും എന്താ ഈ ഒരു റൂമിൽ, അതായത് കുട്ടികൾക്കൊരു റൂമുണ്ട്, അതിൽ 2 ബെഡുണ്ട്. അങ്ങനെ മുകളിലും അടിയിലായിട്ടുള്ള കട്ടിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടെയാണ് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങളുടെ പ്രധാന ഹോബി ചന്ദനമഴ സീരിയൽ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചന്ദനമഴ. അത് കണ്ട് ഞങ്ങൾ കോമഡി ഫിലിമൊക്കെ കാണുന്നാൽ ഒരു രീതിയിൽ കണ്ട് ചിരിച്ചിങ്ങനെ കുറേ നേരം അങ്ങനെ സമയം കളഞ്ഞു കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇതാ അവിടെ കുട്ടികൾക്ക് ലേസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ലേസ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. മക്കൾക്കാന്ന് പേരേ ഉള്ളൂ, മക്കളന്മാർക്കും ലേസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം മക്കളങ്ങനെ വിളിക്കുന്നുണ്ട്. ആ നേരമൊക്കെ ഞങ്ങളിവിടെ പേളിമാണി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി അവിടെ എപ്പോഴും വർക്കാണ് കേട്ടോ. അപ്പോൾ വന്ന് ലേസിൻ്റെ പാക്കറ്റേക്ക് വണ്ടി അപ്പോൾ ഞങ്ങൾ പിടിച്ചിരുത്തി ഞങ്ങൾക്കുള്ള ലേസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ചുവന്ന ലേസ് ഒരാൾ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്കുള്ള ലേസ് വന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളതോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. റൂമിലേക്ക് ഇതാ ഓടി പോകുന്നുണ്ട്. റൂമിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടാലോ. അതെ അപ്പോൾ മക്കൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ അല്ലേ. നമുക്ക് എൻ്റെ ലേസ് അവിടെ ഉണ്ടാവും, പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം അപ്പോൾ നമുക്കത് കഴിക്കാൻ പോവാം. ഇവിടെ അവരൊക്കെ തീറ്റ തുടങ്ങി കേട്ടോ. ഒരാൾക്ക് ചുവന്ന ലേസ്, എനിക്ക് പച്ച ലേസാണ് ഇഷ്ടം. അപ്പോൾ ഇത് കണ്ട് എന്താ പറയുക, ഞങ്ങളപ്പോൾ പേളിമണി ഷോ ആണ് കണ്ടുകൊണ്ടിരുന്നത്. അത് കണ്ട് ലേസ് ഇങ്ങനെ കഴിച്ചു. അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ടൊന്നുമല്ല ടി വി കാണുന്നത്. എൻ്റെ ഇടയിൽ നമ്മൾ പറയാനുള്ള സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കും, ഇത് ഇങ്ങനെ കഴിക്കും, ടി വി കാണും ഒക്കെ. ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കളിയും സംസാരമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മക്കളിങ്ങനെ ഓടി വന്നിട്ട് കള്ളനും പോലീസും കളിക്കാമെന്നുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടായി. കുറേ അവരെയൊക്കെ ഒഴിവാക്കാൻ നോക്കിയിട്ടോ. പിന്നെ കളിക്കാമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടി അധികം ബുദ്ധിമുട്ടിച്ചപ്പോൾ കരുതി ഒന്ന് കളിക്കാമെന്ന് കരുതി. ഞങ്ങളെ വീട്ടിലെ മഞ്ചേരിയിലൊക്കെ അങ്ങനെ ഒത്തുകൂടുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കള്ളനും പോലീസൊക്കെ കളിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മക്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് കളിച്ചോളാം എന്ന് കരുതി. അപ്പുറത്ത് നമ്മുടെ ചന്ദനമഴ തകൃതിയായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഏതായാലും പേപ്പറൊക്കെ ഇങ്ങനെ നീനൂട്ടി കട്ട് ചെയ്യുന്നുണ്ട്, പേര് എഴുതുന്നുണ്ട്, അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാം അല്ലേ. 1-2 റൗണ്ട് കളിക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മക്കളൊപ്പം അങ്ങനെ കളിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ നമ്മളും കളിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഏതായാലും ഒരുവിധം ഒക്കെ ഒരു 10 റൗണ്ടോളം ഞങ്ങൾ കളിച്ചു. ഇപ്പോൾ ഇതാ ഭയങ്കര മാർക്ക് ലാസ്റ്റ് കൂട്ടലിലാണ് കേട്ടോ. ഇവിടെ കണ്ടോ തകൃതിയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അവരുടെയൊക്കെ ഒരു കോൺസെൻട്രേഷൻ നോക്കൂ. റാങ്കൊക്കെ നോക്കിയിട്ട് എഴുതുന്നുണ്ട്. ആർക്കാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നൊക്കെ ഉള്ളത് അവിടെ സെറ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആരാണ് ഫസ്റ്റ് നോക്കിയല്ലോ. ഇതാണ് എൻ്റെ ആര്യമണിയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് റെയിനുട്ടനാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഇതുമൂന് കിട്ടി. ഫോർത്ത് കിട്ടിയിട്ടുള്ളത് നീനുട്ടിക്കാണ് കേട്ടോ. ഫോർത്തായിട്ടുള്ളത് നീനുട്ടിയാണ്. ഫിഫ്ത്ത് തുത്താണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനാണ് വന്നിട്ടുള്ളത്. പോലീസ് ആയതുകൊണ്ട് തന്നെ കള്ളനെ പിടിക്കാത്തത് കൊണ്ട് എനിക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് കേട്ടോ. കളിയുടെ രസം കൊണ്ടും പിന്നെ എന്താ പറയുക ഓരോന്നോരോന്നായിട്ട് ഐസ്ക്രീം അത് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് ചേച്ചി ചോറും രസവും വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുത്തു പിന്നെ എന്താ പറയുക നല്ല ബിരിയാണി കൊണ്ടുവച്ചിട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ വറുത്തതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ തുത്തുൻ്റെ ഹസ്ബൻഡ് അതായത് സുജി അപ്പോഴേക്കും ഞങ്ങൾക്ക് എന്താ പറയുക ബീഫ് ദോശ എന്ന് പറഞ്ഞിട്ട് ബീഫ് ദോശയും അതിൻ്റെ ഒപ്പതായി ഒരു വടയുണ്ടായിരുന്നു കേട്ടോ. ഈ വട നല്ല എന്താ പറയുക ആ കൊണ്ടുവന്ന ടൈമിൽ നല്ല മുരിഞ്ഞ് നല്ല തിന്നാൻ പറ്റിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് ആണ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ ബിരിയാണി ചിലർ ബിരിയാണി കഴിക്കുന്നുണ്ട്, ചിലർ ദോശ കഴിക്കുന്നുണ്ടായിരുന്നു, ബീഫ് ദോശ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഉഴുന്നുവട ചട്ടിനിയിലൊക്കെ മുക്കി ഇങ്ങനെ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു ചൂടോടെ കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫ് ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കത്രിക തരുമോ?
എന്താണ് ഇച്ചിരി കഷ്ണം നോട്ടെ ഇച്ചിരി കഷ്ണം എനിക്ക് ഇവിടെ നടുന്ന് മതി എന്നാലേ ബീഫ് ഇട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ബീഫ് ദോശയൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറേ നേരം. അപ്പോൾ ആ ടൊട്ടനൊന്ന് തുറന്നു വിട്ടു. അപ്പോൾ തുറന്നു വിട്ട അപ്പോൾ അത് അവിടെ ഇങ്ങനെ കാലിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കിടക്കും. അവനിങ്ങനെ തലോടി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, തൊടാൻ പേടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. ഞാൻ എപ്പോഴെങ്കിലും വരുന്നതല്ലേ, അപ്പോൾ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും സുജി വന്നപ്പോൾ കുറേ ബേക്കറി ഐറ്റംസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി സെർച്ചിങ്ങിലാണ് കേട്ടോ ഞാൻ. മിച്ചറുണ്ട്, മധുര ഐറ്റംസുകളാണ് കൂടുതൽ ഉണ്ടാവുക. നല്ല മധുരം കഴിക്കും കേട്ടോ അവർ. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ. പിന്നെ ഇതൊക്കെ ഈ ബേക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു പാത്രത്തിലാക്കി ഇട്ട് വെക്കാൻ ഒരു കിച്ചണിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആ പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കും അവൾ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് ഇതാ അവിടെ ശർക്കര ഉപ്പേരി കിട്ടി. അത് കിട്ടിയതിന് ശേഷം ഞാൻ തരച്ചിലൊക്കെ നിർത്തിയിട്ട് അതുകൊണ്ട് വലിയ മുങ്ങി. പിന്നെ അത് ആ ബേക്കറി ഐറ്റംസ് ഇട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണിത്. ഇവിടെ ഇങ്ങനെ ഈ പാത്രത്തിലുള്ള ഇട്ട് വെച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. അതിപ്പോൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവന്നതാണ് ഇങ്ങനെ സ്നാക്സ് ആയിട്ടുള്ളത്. ടി വി ഒക്കെ സിനിമയൊക്കെ കാണുമ്പം കഴിക്കാനാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് പോവാറ്. അപ്പോൾ ഞങ്ങളിതൊക്കെ സെറ്റാക്കിയതിന് ശേഷം രാത്രി ഒരു ഫിലിം കണ്ടു, ജവാൻ. ഫിലിം കണ്ട് ഒരു 11 മണിക്കാണ് ഇട്ടത്. 2-3 മണിക്കൂറുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ അതാ താഴെ ഇരുന്ന് കാണുന്നുണ്ട്, സ്നാക്സൊക്കെ ഉണ്ട്, അവർ ഒരുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.